Welcome to Santosh Sarko's Easy Maths. I am Santosh. I am here mentioning about the continuation of the decimal. 9th standard state syllabus. കുട്ടികൾക്ക് വേണ്ടിയാണ്. Okay. See, ഇവിടെ ഈ question പറയുന്നത് write the results of the operations below as decimals. First question 0.11 dot 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 plus 0.22 dot dot dot. ഓക്കെ, മിക്ക കുട്ടികളും വിചാരിക്കും ഇത് ആഡ് ചെയ്യാം അല്ലേ, അതുകൊണ്ട് അങ്ങ് എഴുതി വെക്കും 0.111 പ്ലസ് 0.222 എഴുതി വെച്ച് 333 പോയിന്റ് ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. ദിസ് ഈസ് റോങ്. ഇതല്ല ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നൊന്നും സ്പെസിഫൈ പറഞ്ഞിട്ടില്ലല്ലോ, ഇത് രണ്ടും ആഡ് ചെയ്താൽ പോരെ എന്നാണ്. അങ്ങനെയല്ല, ഇതിൽ നമുക്ക് ചെറിയ റൂൾ അപ്ലൈ ചെയ്യാനുണ്ട്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏത് നമ്പറും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ആണെങ്കിൽ, അതായത് എക്സാമ്പിൾ 6/6 ഈക്വൽ 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. 5/5 ഈക്വൽ 1, 100/100 ഈക്വൽ 1 അല്ലേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, അതായത് മലയാളത്തിൽ പറയുന്നത് അംശവും ഛേദവും ഒരുപോലെയാണെങ്കിൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. അത് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം 9/9 ഈക്വൽ 1. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 1/9 ബേസ് ചെയ്ത് തന്നിട്ടുണ്ട്. 2/9, 3/9, 4/9 ലൈക്ക് ദിസ്. ഓക്കെ, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 9/9 നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈക്വൽ ടു 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 1 ചെറുതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെസിമൽ എല്ലാം. 0.11 0 പോയിന്റ് അല്ലെ, 1 ചെറുതാണ്. അപ്പൊ 9/9 1 ആണെങ്കിൽ നിങ്ങൾക്ക് സംശയം വരും, 8/9 എന്തായിരിക്കും അല്ലെ. 8/9, 7/9, 6/9 എന്ന് നിങ്ങൾക്ക് എഴുതി നോക്കാൻ പറ്റും. അത് എങ്ങനെയെന്ന് നോക്കാം. 8/9, സോ 8നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് ചെറുതാണെന്ന് അറിയാലോ. അപ്പൊ പോയിന്റ് കൊടുക്കുക 0, 80. How many 9s are there in 80? 8 9. 9 8s are 72. 8. Again, it will go on 8, 72, 8, 0. It will go on 8. But 0.888. ഇപ്പൊ നമുക്ക് തന്നെ ഐഡിയ കിട്ടിക്കാണും. 8/9 is 0.888. Then what will be the result of 7/9? 0.777. Okay, got it. 6/9, 0.666. Then what is 0.111? That is 1/9, isn't it? Here is 1/9 plus 2222. പറഞ്ഞോളൂ, 2/9. കണ്ടോ? അപ്പൊ ഈ പത്രം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇതിപ്പോ ഈ ഒരു സ്പെസിഫിക് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. ഇത് എങ്ങനെ ചെയ്യണം? 0.11 പ്ലസ് 0.22 ആഡ് ചെയ്ത് വെക്കരുത്, തെറ്റാണ്. റൂൾ അപ്ലൈ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണം അല്ലെ. 9/9 1 ആണ്. 1 ചെറുതാണ് ഇതെല്ലാം. 0.11 1 ചെറുതാണ്. അപ്പൊ ഞാൻ തന്നത് 9/9. അപ്പൊ 8/9 എന്തായിരിക്കും? ഞാൻ ഡിവൈഡ് നോക്കി 0.8. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് 0.888 ആണ്, ഇത് 0.777, ഇത് 0.666 ഇങ്ങനെ. അപ്പൊ നമ്മൾ തന്നിരിക്കുന്നത് അപ്പം 0.333 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് പറയാം 3/9. 0.444 എന്ന് പറയുമ്പോൾ 4/9, isn't it? ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ പിടിയിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 0.11 is 1/9. Okay, 0.22 is 2/9.
ഇനി നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഫ്രാക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാം, അല്ലെ, ഭിന്നസംഖ്യകൾ എങ്ങനെ നമുക്ക് കൂട്ടാം. എൽസിയം കാണാം. ഇതിൽ ഡിനോമിനേറ്റർ രണ്ട് ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ സെയിം ആണ്. സെയിം ആണെങ്കിൽ you put 9 here. LCM 9 ആണ്. ഇനി ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ 1 plus 2 3. അല്ലേ, ഛേദം രണ്ട് ഭിന്നസംഖ്യയിലെയും ഛേദം ഒരുപോലെയാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ കൂട്ടണം. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് ക്ലാസ് പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ 3/9. ഇപ്പൊ 3/9 നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ നേരത്തെ പറഞ്ഞു 1/9, 1/9 is 1 1 1, 2/9 is 2 2 2, 3/9 is 3 3 3. Then 3/9 is what is 0.333. This is the answer. 3/9 0.333. 3/9 അല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുന്നത് 333 എന്ന് അവിടെ വെച്ച്. അപ്പൊ ഇവിടെ 0.33. ഇവിടെ നോക്കിയേ 0.11 ഡോട്ട് 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 പ്ലസ് 0.222 ആഡ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വേണം എഴുതാൻ 3/9. എന്നിട്ട് അത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 0.3 സ്റ്റെപ്പ് വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 0.333 പ്ലസ് 0.33 പ്ലസ് ഡോട്ട് 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 ഉണ്ട് 0.777 ഡോട്ട് ഡോട്ട് ഡോട്ട്. ഇതെങ്ങനെ ചെയ്യും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് എന്ത് എഴുതാം? 3/9 പ്ലസ് ഇത് എത്രയാ? 7/9. Isn't it? So 3/9 plus 7/9. How much? 10/9. 10/9. 10/9. How much? ഇത് ഡെസിമൽ ആണ്. 9 നെ ഡിവൈഡ് ചെയ്യാം. 10 9 കൊണ്ട് ഡിവൈഡ്. How much? 1 time 9 1 point കൊടുക്കുക 0 again 1 9 1 0 again 1 9 1 0 1 1.111 like that. 1.111. See, this is the answer. For 0.333 plus 0.77 അത് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 3.33 എന്ന് പറയുമ്പോൾ 3/9 ആണ്. 0.777 മനസ്സിലായല്ലോ അല്ലേ. ഇനി ഈ രീതിയിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ചെയ്തു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 0.33 into 0.666 dot dot then dot dot dot. അപ്പോൾ ഇവിടെ പറയുന്നത് 0.33. ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് എങ്ങനെ എഴുതാം പറഞ്ഞേ? 3/9. ഓക്കെ, 3/9 into 666. 6/9. ഓക്കെ, അപ്പോൾ 3/9 into 6/9. ഇനി നിങ്ങൾക്ക് ഈ ഫ്രാക്ഷൻ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ഗുണനം എങ്ങനെ ചെയ്യാം? ഭിന്നസംഖ്യകൾ തമ്മിൽ എങ്ങനെ ഗുണിക്കാം? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ. അംശം അംശത്തെ ഗുണിക്കുക, ഛേദം ഛേദത്തെ ഗുണിക്കുക. അപ്പൊ ഇത് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 3 6 18 by 9 9 81. Got it? Okay. ടേബിൾ അറിഞ്ഞത് പ്രയാസമാണ് കേട്ടോ. ടേബിൾ മസ്റ്റ് ആണ്. ഇനി ഇതിനെ റെഡ്യൂസ് ചെയ്യാം. 18/81
ബോത്ത് നമ്പേഴ്സ് ഗോസ് ടു 2 അല്ലേ, സെയിം നമ്പർ ആണ്. ഇത് രണ്ടും ഏത് നമ്പർ കൊണ്ട് പോകും? 3 കൊണ്ട് പോകും. 3യുടെ ടേബിൾ 3 6 times and 3 27 times. റെഡ്യൂസ് ചെയ്യുന്നതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് എഴുതും. മിക്കവാറും ഇങ്ങനെ കട്ട് ചെയ്ത് എഴുതും. മിക്ക കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് എഴുതാൻ വളരെ പ്രയാസം. അതായത് കട്ട് ചെയ്ത് കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇത് കിട്ടിയത്, 6 എങ്ങനെ കിട്ടി, 27 എങ്ങനെ കിട്ടിയത്. നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഒരു നമ്പർ, നിങ്ങൾ ഏത് നമ്പറാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ കൊണ്ട് തന്നെ ആയിരിക്കണം അടുത്ത നമ്പർ ന്യൂമറേറ്ററിനെ നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെയും പഠിക്കണം. ഡിവൈഡ് നിങ്ങൾ ലോവസ്റ്റ് ഫോം അല്ലേ, റെഡ്യൂസ് അല്ലെ, റെഡ്യൂസ് എന്ന് പറയാറുണ്ട്. തന്നിരിക്കുന്ന ഫ്രാക്ഷനെ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ലോവസ്റ്റ് ഫോം ആക്കുക അല്ലേ, നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പൊ ഇനി രണ്ട് നമ്പർ ഞാൻ വിട്ട് 6 കഴിഞ്ഞ് 27, ഈ രണ്ട് നമ്പർ ഒരു നമ്പർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. അതാരായിരിക്കും? നിങ്ങൾ 2 കൊണ്ട് പോകുന്നു, പക്ഷെ 2 കൊണ്ട് പോയില്ലല്ലോ. അപ്പൊ ഈ രണ്ട് നമ്പറും നമ്മൾ വിചാരിക്കുന്ന നമ്പർ കൊണ്ട് കട്ട് ചെയ്യും. അപ്പൊ ഏതായിരിക്കും? 3 കൊണ്ട് പോകും അല്ലെ. 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് 2 times, ഇത് how many times? 9 times. See, 2/9, 1/9, 2/9, 3/9, 4/9 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ 2/9 നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ ഡെസിമൽ ആക്കാം പറയൂ? അത് തന്നെയാണ് 0.222. This is the answer. See, കണക്കിന്റെ കളി. അപ്പം ഇത് തന്നെയാണ് ഇന്ന് രീതി. അല്ലാതെ 0.33 into 6 ചാടിക്കാൻ മൾട്ടിപ്ലൈ ചെയ്ത് റൂൾ ബേസ് ചെയ്ത് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ 0.333 the whole square. 0.333 എന്തായിരിക്കും? 3/9. So 3/9 ഇവന്റേതാണല്ലോ ഈ സ്ക്വയർ, അപ്പോൾ ഇവന്റേതായിരിക്കുമല്ലോ സ്ക്വയർ. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് അറിഞ്ഞുകൂടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്ക് 1 to 100 വരെയും സ്ക്വയർ അറിഞ്ഞിരിക്കണമെന്നാണ്. ഇവിടെ മിക്ക കുട്ടികളും 1 to 10 വരെ ഉള്ളത് അറിയില്ല. 1 സ്ക്വയർ എന്താണെന്നും 2 സ്ക്വയർ എന്താണെന്നും 3 സ്ക്വയർ എന്താണെന്നും അറിയില്ല. അത് ആഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ 3 സ്ക്വയർ, ഇത് 3 സ്ക്വയർ 6 എന്ന് എഴുതി വെക്കാറുണ്ട്. 3 2 times ആണ്, സ്ക്വയർ ആണ്. ഞാൻ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. 3 സ്ക്വയർ 9, 9 സ്ക്വയർ 81. ഈ സ്ക്വയർ രണ്ടു പേർക്കും ബാധകമാണ്. 3ക്കും ബാധകമാണ്, 9നും ബാധകമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, 3 സ്ക്വയർ ബൈ 9 സ്ക്വയർ. സംശയം തീർന്നല്ലോ. അപ്പൊ 3 സ്ക്വയർ 9, 9 സ്ക്വയർ 81. ഇനി ഇതിനെ റെഡ്യൂസ് ചെയ്യുക, ലോവസ്റ്റ് ഫോം ആണ് അല്ലേ. അപ്പം 9/81 ഈ രണ്ട് നമ്പറും ഒരു നമ്പർ കൊണ്ട് വെട്ടണം. അത് ഏത് നമ്പർ കൊണ്ടായിരിക്കും വെട്ടുക പറയാൻ പറ്റും? 3 3 7 9. Okay, here is 81, 327. ഞാനിതെങ്ങനെ എഴുതിയെന്നായിരിക്കും നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ. നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ 81നെ അല്ലേ, 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 2s are 6. 18 6 പോയാൽ 2, 1 താഴെ 21. How many? 3 7s are 20. ആ 27 ആണ് ഞാൻ ഇവിടെ. നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പോകണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് ആ പോർഷൻ എടുത്ത് അല്ലേ, അതെടുത്ത് ഇങ്ങോട്ട് എഴുതിയാൽ സംശയം തീർന്നു. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ 3/27 again it will go by one number. അത് ആരായിരിക്കും? 3യുടെ ടേബിളിൽ
3 പോകും. 27 3യുടെ ടേബിളിലുണ്ട്. സോ 3 ആണ് ആ ആള്. ആ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യും. 1 ടൈം 3 കൊണ്ട് how many times 9 times. See 1 by 9 what's the answer? 0.111. 1 കണ്ടാൽ 111, 2 കണ്ടാൽ 222, 3 കണ്ടാൽ 3 by 9 കണ്ടാൽ 333. Got it? That's the answer. ഇത്രയോ ഇങ്ങനെ കിട്ടും. ഇപ്പൊ ഐഡിയ കിട്ടിയില്ലേ? 0.33 the whole square. Next question. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് വരുന്നത് സ്ക്വയർ റൂട്ട് ആണ്. പേടിച്ചിരിക്കുകയായിരിക്കും കുട്ടികൾക്ക്. സ്ക്വയർ റൂട്ട് കണ്ടാൽ പേടിയാണ്. ഈ സിമ്പിൾ 0.444. വേറെ ഒന്നുമില്ല. 0.444 നിങ്ങൾക്ക് പറയാൻ സാധിക്കും. 4/9. ഈ സ്ക്വയർ റൂട്ടിനകത്തല്ലേ 0.44. അതുപോലെ നമുക്ക് ഇതിനകത്ത് കൊടുത്തൂടെ 4/9. ഓക്കെ ആണല്ലോ. ഞാൻ ഈ 4/9 ഇനി എങ്ങനെ കിട്ടി ഞാൻ പറഞ്ഞു. ഓക്കെ ആണോ? നിങ്ങൾക്ക് അത് അറിയാം അല്ലേ? 4/9. ഇനി ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത നിങ്ങൾക്ക് അത് ഇറിറ്റേഷൻ ആയി. 4/9 0.444 4/9. അപ്പൊ ഈ സ്ക്വയർ റൂട്ട് അകത്താണല്ലോ ഈ 4/9 ഇരിക്കുന്നത്. അപ്പോൾ ഈ 4നും ഈ സ്ക്വയർ റൂട്ട് ബാധകമാണ്, 9നും ഈ സ്ക്വയർ റൂട്ട് ബാധകമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വേണം എഴുതാം. ഇങ്ങനെ എഴുതാം. കാരണം രണ്ടിനും ഇത് ആവശ്യമാണെന്ന് അർത്ഥം. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 4 is 2. സ്ക്വയർ റൂട്ട് ഓഫ് 9 is 3. 2/3. ഇത് ആൻസർ ഫൈനൽ ആൻസർ അല്ല, തീർന്നില്ല. കാരണം ഡിനോമിനേറ്റർ നമുക്ക് 9 കിട്ടണം. കാരണം 1/9 2/9 3/9 4/9 അങ്ങനെയാ പോയി. അപ്പൊ ഡിനോമിനേറ്റർ 9 കിട്ടണമെങ്കിൽ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഹിയർ ഓൾസോ 3. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം കൊണ്ട് സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. എന്തിനാ വെച്ചാൽ ഡിനോമിനേറ്റർ 9 കിട്ടണം. അപ്പൊ വാട്ട് ഇസ് ദ ആൻസർ? 3 3s are 9, 2 3s are 6. 6/9. What is the answer? ഞാൻ വെയിറ്റ് ചെയ്യാം, പറയാം. കിട്ടിക്കണം. 6/9 is 0.6666 ... ഇത്രയോ. അപ്പൊ ഈ പ്രോബ്ലംസ് പല രീതിയിൽ കുട്ടികൾ ചെയ്തു വെച്ച വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സിമ്പിൾ പ്രോസസ് ആണ്. പിടിയിട്ടില്ലാതെ ശ്രദ്ധിച്ച് ചെയ്യും. ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.